മുറിവുറിപ്പുകളിൽ കാര്യമില്ല എന്നാണ് എൻ്റെ പക്ഷം. കാരണം CPM-ൻ്റെ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെയുള്ള വലിയ പൊട്ടിത്തെറികളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ പത്മകുമാറിൻ്റെ ഭാഗത്തു നിന്നാണ് വൈകാരികമായ ഒരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. സുകന്യയുടെ ഭാഗത്തു നിന്നൊരു പ്രതികരണം ഉണ്ടായി. അത് പക്ഷേ സുകന്യ പിന്നീട് മയപ്പെടുത്തുന്ന നിലയാണ് നമ്മൾ കണ്ടത്. പത്മകുമാറും ഒരു പക്ഷേ ഇനി വരും മണിക്കൂറുകളിൽ അത് മയപ്പെടുത്താനുള്ള സാധ്യതയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മുഖ്യമന്ത്രി തന്നെ നേരിട്ട് പത്മകുമാറുമായി ബന്ധപ്പെടുകയും കാര്യങ്ങൾ അവർ തമ്മിലൊരു കൂടിക്കാഴ്ചയ്ക്ക് വഴി തെളിയുകയും ചെയ്യുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഫ്രം സോഴ്സസ്. 3 കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഒന്ന്, നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ ഒരു പാർട്ടിയുടെ, പ്രത്യേകിച്ച് CPM പോലെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ, കേഡർ പാർട്ടിയുടെ സംഘടനാ പ്രവർത്തന രീതി എന്ന് പറയുന്നത് പാർട്ടിയുടെ സംഘടനയ്ക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ ആ സംഘടനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് തന്നെയാണ് പ്രാമുഖ്യം. രണ്ടാമത് വരുന്നത് വർഗ സംഘടനയാണ്. മൂന്നാമതാണ് പാർലമെൻ്ററി പാർട്ടി സംവിധാനം വരുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും പാർലമെൻ്ററി പാർട്ടി രംഗത്തുള്ളവർ പറയുന്നത് ഇത് ഞങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഒരു എക്സ്റ്റൻഷൻ മാത്രമാണ്, അതൊരു തുടർച്ച മാത്രമാണ്. ഇത് ഏതെങ്കിലും തരത്തിൽ ഞങ്ങളുടെ സംഘടന രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്ന് വ്യത്യസ്തമായി ഞങ്ങളതിനെ കാണുന്നില്ല. മാത്രമല്ല പലർക്കും വിയോജിപ്പുകളുമുണ്ട്. കാര്യം സ്പീക്കർ പദവിയിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്കൊരു വിഷമം എന്ന് പറയുന്നത് സംഘടനാ പ്രവർത്തനവും നടത്താൻ പറ്റില്ല, പാർലമെൻ്ററി പ്രവർത്തനവും നടത്താൻ പറ്റില്ല എന്നൊരു ബുദ്ധിമുട്ടുണ്ട്. ശ്രീരാമകൃഷ്ണൻ്റെ വിഷമമായിരുന്നു, MP രാജേഷിൻ്റെ വിഷമമായിരുന്നു, ഇപ്പോൾ ഷംസീറിൻ്റെയും വിഷമമാണത്. കാരണം അവർ ഇതിന് രണ്ടിനും ഇടയില്ലാതെ നിൽക്കും. നിങ്ങൾക്കൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവ് എന്ന നിലയിൽ നിങ്ങൾക്കൊന്നുകിൽ ഒരു സംഘടനാ പ്രവർത്തനത്തിൽ ഒരു പ്രത്യേക സ്ഥാനമുണ്ടാവുക, സംഘടനാ കമ്മിറ്റികളിൽ സ്ഥാനമുണ്ടാവുക, അതല്ലെങ്കിൽ നിങ്ങൾ പാർലമെൻ്ററി പ്രവർത്തനത്തിൽ എക്സിക്യൂട്ടീവ് അതോറിറ്റിയുള്ള മന്ത്രിയായി പ്രവർത്തിക്കുക. ഈ 2 കാര്യങ്ങളിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾ വലിയ സാധ്യത കാണുന്നത്. പക്ഷേ അണികളായി പ്രവർത്തിക്കുന്നവരുണ്ട്, ബഹുവർഗ സംഘടനകളിൽ പ്രവർത്തിക്കുന്നവരുണ്ട്. അവരാരും തന്നെ പരാതിയോ പരിഭവമോ പറയാത്തവരായിട്ടുണ്ട്. പത്മകുമാറിൻ്റെ കാര്യത്തിൽ പത്മകുമാർ പറയുന്നതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം, പത്മകുമാർ 52 വർഷമായി പാർട്ടിയിൽ സജീവ പ്രവർത്തകനാണ്. 32 വർഷമായി സെക്രട്ടേറിയറ്റിൽ തന്നെയുണ്ട്. ഇപ്പോൾ ജില്ലാ സെക്രട്ടേറിയറ്റ് ഇല്ല, 32 പറഞ്ഞു. 42 വർഷമായിട്ട് ജില്ലാ കമ്മിറ്റിയിലുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ജില്ലാ സെക്രട്ടേറിയറ്റ് പത്തനംതിട്ടയിലില്ല. ഇപ്പോൾ ജില്ലാ കമ്മിറ്റി അംഗമാണ് നിലവിൽ പത്മകുമാർ. പക്ഷേ പത്മകുമാറിന് കിട്ടിയ അവസരങ്ങൾ, കോന്നി MLA ആയിരുന്നു പത്മകുമാർ. അതിനുശേഷം അദ്ദേഹം തിരുവിതാംകൂറിൻ്റെ ദേവസ്വം ബോർഡിൻ്റെ ചെയർമാനാവുന്നു, ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് ആവുന്നു. അപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന നിലയിൽ ഏറ്റവും വിവാദമായ യുവതീ പ്രവേശന വിഷയത്തിൽ അദ്ദേഹം എടുത്ത നിലപാട് യഥാർത്ഥത്തിൽ CPM-ന്റെ സംസ്ഥാന നേതൃത്വത്തെ വിഷമിപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അന്ന് അദ്ദേഹം തുറന്നു തന്നെ പറഞ്ഞിട്ടുണ്ട്, മുഖ്യമന്ത്രിയോട് നേരിട്ടു തന്നെ താൻ പറഞ്ഞിരുന്നു, ഈ മണ്ഡലകാല സമയത്ത് യുവതീ പ്രവേശനത്തിന് തുനിയരുത് എന്ന് പറഞ്ഞിരുന്നതായും അദ്ദേഹം ചില ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ ഷെയർ ചെയ്തതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതൊക്കെ യുവമോർച്ച പ്രവർത്തകരുമായി ബന്ധപ്പെട്ട ആചാര സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടൊരു നിലപാടാണ് അന്ന് പത്മകുമാർ എടുത്തിരുന്നത് എന്നുള്ളതാണ്. എന്നിട്ട് അദ്ദേഹം മറ്റൊരു കോൺട്രവേഴ്സിയിലും കൂടെ അന്ന് പെട്ടിരുന്നു കേട്ടോ. ഈ മലബാർ ദേവസ്വം ബോർഡും ഗുരുവായൂർ ദേവസ്വം ബോർഡും ഒക്കെ പുനഃസംഘടിപ്പിക്കും, അതിൻ്റെ ചെയർമാൻമാർക്കും പ്രസിഡന്റുമാർക്കുമൊക്കെ പദവി നീട്ടിക്കൊടുക്കുമ്പോൾ തനിക്ക് നീട്ടി തന്നില്ല എന്നൊരു ആക്ഷേപം അദ്ദേഹം ഉന്നയിച്ചതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ആ കാലഘട്ടത്തിലെ പ്രവർത്തനമാണ്. പക്ഷേ അതൊക്കെയാണെങ്കിലും അദ്ദേഹം കറകളഞ്ഞ കേഡറായിട്ടാണ് പ്രവർത്തിച്ചത് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. MA ബേബിയുമായി ചേർന്ന് വിജ്ഞാന പത്തനംതിട്ട എന്ന് പറയുന്ന വലിയൊരു പരിപാടിയുടെ ഭാഗമായി അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. ഗ്രാസ് റൂട്ടിൽ ഒരുപാട് കണക്ഷൻസും ബന്ധവുമുള്ള ആളാണ് പത്മകുമാർ എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. പ്രത്യേകിച്ച് ആറന്മുള മേഖലയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പത്മകുമാർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഇപ്പോഴും ഫീൽഡിൽ വളരെ സജീവമായി നിൽക്കുന്ന ഒരു കേഡർ തന്നെയാണ്. പക്ഷേ വേറൊരു പ്രശ്നമുണ്ട്. പത്തനംതിട്ടയിൽ നിന്ന് എത്ര പേരെ പരമാവധി കമ്മിറ്റിയിലേക്ക് എടുക്കാം? നിലവിൽ അവിടെയുള്ള ഉദയഭാനു പാർലമെൻ്ററി പാർട്ടി പ്രതിനിധിയല്ല. ഉദയഭാനു സംഘടനാ പ്രവർത്തകനാണ്. സംഘടനാ പ്രവർത്തകൻ എന്ന നിലയിൽ, സെക്രട്ടറി എന്ന നിലയിൽ ഉദയഭാനു വലിയ രീതിയിൽ നവീൻ ബാബു വിഷയം ഉണ്ടാകുന്ന സമയത്തും പത്തനംതിട്ട ജില്ലാ ഘടകത്തിലെ പലരും എതിർപ്പ് അറിയിക്കുന്ന സമയത്തും സംസ്ഥാന ഘടകത്തിന് കീഴ്പ്പെട്ട് തന്നെയാണ് ഉദയഭാനു അടക്കമുള്ളവർ പ്രവർത്തിച്ചിരുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ ഉദയഭാനു ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റിയിലുണ്ട്. ഇപ്പോഴത്തെ സെക്രട്ടറി രാജു എബ്രഹാം അവിടെയുണ്ട്. പിന്നീടാണ് ക്ഷണിതാവായിട്ടാണ് നിലവിൽ വീണ ജോർജിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ ഒരു സാങ്കേതികത്വമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് പത്മകുമാർ മനസ്സിലാക്കാതെ പോയിട്ടുണ്ടാവാം ഒരു പക്ഷേ എന്ന് ഞാൻ കരുതുന്നു. അതാണ് രാജു എബ്രഹാം ഇന്ന് വിശദീകരിക്കാൻ ശ്രമിച്ചത്. എന്താണ്, നിലവിൽ മന്ത്രിമാരാകുന്നവർ സംസ്ഥാന കമ്മിറ്റിയിൽ അംഗങ്ങളോ സംസ്ഥാന കമ്മിറ്റിയിൽ ക്ഷണിതാക്കളോ ആവുന്നൊരു രീതി പാർട്ടിയിലുണ്ട്. മാത്രമല്ല കഴിഞ്ഞ തവണ സംസ്ഥാന സമ്മേളനം നടക്കുന്ന സമയത്ത് വീണ ജോർജ് മന്ത്രി ആയിരുന്നുവെങ്കിലും കമ്മിറ്റിയിലോ ക്ഷണിതാവായിട്ടോ ഉൾപ്പെടുത്തിയിരുന്നില്ല. നമുക്ക് ഓർമ്മിക്കുന്നുണ്ടല്ലോ രവീന്ദ്രനാഥിനെ തൃശ്ശൂരിൽ നിന്ന് അദ്ദേഹം ഏരിയ കമ്മിറ്റിയിലായിരിക്കുന്ന സമയത്ത് ഏരിയ സെക്രട്ടറി മറ്റോ ആയിരുന്നു, അതല്ലേ? ഏരിയ കമ്മിറ്റി മെമ്പർ ആയിരുന്നു അദ്ദേഹം. എന്നിട്ടും അദ്ദേഹത്തെ ജില്ലാ കമ്മിറ്റിയുടെ ക്ഷണിതാവായിട്ട് ഉൾപ്പെടുത്തിയത് വിദ്യാഭ്യാസ മന്ത്രിയായി വരുന്ന ഘട്ടത്തിലാണ്. കാരണം ഒരു സംസ്ഥാനത്തെ ഒരു പോളിസി തീരുമാനിക്കുന്ന ഘട്ടത്തിൽ ഒരു പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി എന്ന് പറയുന്ന ഒരു അപ്പെക്സ് ബോഡിയിൽ നിങ്ങൾ അംഗമല്ലെങ്കിൽ ഒരു മന്ത്രി എന്ന നിലയിൽ ആ പാർട്ടിയുടെ
നയം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധ്യതയില്ല. അതാണ് പാർട്ടിയുടെ ലൈൻ. അപ്പോൾ പാർലമെന്ററി പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ഒരാൾ സംസ്ഥാന കമ്മിറ്റിയിൽ ക്ഷണിതാവായിട്ടെങ്കിലും എത്തി സംസ്ഥാന കമ്മിറ്റിയിൽ നടക്കുന്ന ചർച്ചകൾ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ അനിവാര്യമായ ആവശ്യമാണെന്ന് മനസ്സിലാക്കുന്നു. ഇന്ന് ഈ മന്ത്രിസഭയിലുള്ള CPM-ലെ പ്രതിനിധികളിൽ ഒരാൾ പോലും സംസ്ഥാന കമ്മിറ്റി അംഗമല്ലാതില്ല. ഒരേ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അത് വീണ ജോർജാണ്. അപ്പോൾ സ്വാഭാവികമായും വീണ ജോർജിനെ ക്ഷണിതമായിട്ട് കൊണ്ടുവരേണ്ടതുണ്ട്. ഇനി ക്ഷണിതമായിട്ട് കൊണ്ടുവന്നാൽ വീണ ജോർജിനെ സ്ഥിര കമ്മിറ്റിയിൽ എടുക്കണോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതിപ്പോഴല്ല, അത് അടുത്ത സമ്മേളനത്തിലാണ് വരിക. പക്ഷേ അങ്ങനെ ഉൾപ്പെടുത്തണമെന്നില്ല. അതുകൊണ്ടാണ് രവീന്ദ്രനാഥ് സംസ്ഥാന കമ്മിറ്റിയിൽ ക്ഷണിതാവായി മന്ത്രിസ്ഥാനം നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ എന്ത് ചെയ്തു? അദ്ദേഹം വീണ്ടും കമ്മിറ്റിയിൽ നിന്ന് അദ്ദേഹം സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. എന്തിനേറെ ഗഗാറിൻ, വയനാട്ടിൽ നിന്നുള്ള ഗഗാറിൻ സെക്രട്ടറിയായി കമ്മിറ്റിയിൽ വരുന്നു. സെക്രട്ടറി അല്ലാതാകുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തെ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ വീണ ജോർജിനെ ക്ഷണിതമായി ഉൾപ്പെടുത്തിയിരിക്കുന്നത് 89 അംഗങ്ങൾക്കും പുറമെയാണ്. അപ്പോൾ വീണ ജോർജുമായിട്ടുള്ളൊരു താരതമ്യം പത്മകുമാർ ചെയ്തത് ശരിയാണോ എന്ന കാര്യത്തിൽ എനിക്കും സംശയമുണ്ട്. കാരണം സാങ്കേതികമായി ഇത് നിലനിൽക്കില്ല. വീണ ജോർജിനെ സ്ഥിരം കമ്മിറ്റിയിലേക്കല്ല, അല്ലെങ്കിൽ കമ്മിറ്റിയുടെ സ്ഥിരമംഗം എന്ന നിലയിലല്ല എടുത്തിരിക്കുന്നത്, പകരം സംസ്ഥാന സമിതിയിലെ ക്ഷണിതാവ് എന്ന നിലയിലാണ്. ഇനി പത്മകുമാറിനെ കൂടി പരിഗണിച്ചാൽ എന്താ കുഴപ്പം? പത്മകുമാറിനെ പരിഗണിച്ചാൽ പത്തനംതിട്ടയിൽ താരതമ്യേന പാർട്ടിയിലെ പ്രതിനിധി അംഗങ്ങൾ കുറവുള്ള ജില്ലയാണ് പത്തനംതിട്ട. ആ പത്തനംതിട്ടയിൽ നിലവിൽ 2 സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുണ്ട്. ആകെയുള്ളത് 89 പേരാണ്. അപ്പോൾ അതിലും കൂടുതൽ ഉൾപ്പെടുത്താൻ കഴിയില്ല എന്നതാണ് പാർട്ടിയുടെ നിലപാടായി പറയുന്നത്. പക്ഷേ പത്മകുമാറിന് പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. കാര്യം പത്മകുമാർ പിണറായി വിജയനുമായി അടുത്ത് നമുക്കറിയാവുന്നതുപോലെ ഒരു ജ്യേഷ്ഠാനുജന്മാർ പോലെ തന്നെ രാഷ്ട്രീയ ബന്ധമുണ്ടായിരുന്നയാളാണ്. ലാവ്ലിൻ കേസിൻ്റെ സമയത്താണെങ്കിലും ക്രൈം വാരിക വളരെ മോശമായ രീതിയിൽ പിണറായി വിജയനെ ആക്ഷേപിക്കുന്ന സമയത്താണെങ്കിലും അന്ന് വലിയ പ്രതിരോധം തീർത്തത് ഇതേ പത്മകുമാർ തന്നെയാണ് എന്ന് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ പിണറായി വിജയനുമായിട്ട് ആത്മബന്ധം സൂക്ഷിക്കുന്ന ഒരു നേതാവ് എന്ന നിലയിൽ പത്മകുമാർ തീർച്ചയായിട്ടും പ്രതീക്ഷിച്ചിരുന്നിട്ടുണ്ടാവാം കമ്മിറ്റിയിലേക്ക് എത്തുക എന്നുള്ളത്. പക്ഷേ കമ്മിറ്റിയിലേക്ക് എത്താൻ സാധിച്ചില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് പല കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. സഭയുടെ സമ്മർദ്ദം വീണ ജോർജിൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടാവാം എന്നൊക്കെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. പക്ഷേ അതിലെല്ലാറ്റിനും അപ്പുറം ഞാൻ മനസ്സിലാക്കുന്നത് മന്ത്രി എന്ന നിലയിൽ വീണ ജോർജിന് ക്ഷണിതാവായി ഒരു സ്ഥാനം കൊടുത്തു, അല്ലെങ്കിൽ ക്ഷണിതാവായിട്ടൊരു അവസരം കൊടുത്തു എന്നതിൽ തെറ്റില്ല എന്ന് തന്നെയാണ്. അതുകൊണ്ട് ആ മുറുമുറുപ്പ് പാർട്ടിയിലെ അംഗങ്ങൾക്ക് ഏറെക്കുറെ കൺവിൻസ്ഡ് ആയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇതാണ് അവിടെ സംഭവിച്ചത് എന്നുള്ള കാര്യം. അപ്പോൾ പത്മകുമാറിനെ ചുറ്റിപ്പറ്റി ഒരുപാട് നേതാക്കൾ പത്മകുമാറിന് പിന്തുണയുമായി വരാനുള്ള സാധ്യതയില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വളരെ കൺവിൻസിംഗ് ആണ് പാർട്ടിയുടെ കാര്യത്തിലെ എക്സ്പ്ലനേഷൻ. എന്നാൽ ഇനി പി ജയരാജൻ്റെ കാര്യത്തിലേക്ക് വന്നാലോ? നോക്കൂ, കണ്ണൂരിൽ നിന്ന് പി ശശി സെക്രട്ടേറിയറ്റിലേക്ക് വരുമെന്ന് നമ്മൾ കരുതി. പി ജയരാജനോ എം വി ജയരാജനോ 3 പേർക്കാണ് സാധ്യത. ഈ 3 പേരിൽ ആരാണ് ഏറ്റവും മികച്ച കമ്മ്യൂണിസ്റ്റ്? ഇപ്പോൾ സ്മൃതി പി ജയരാജന് മികച്ച കമ്മ്യൂണിസ്റ്റാണെന്ന് പറയുന്നുണ്ടല്ലോ. എം വി ജയരാജനും മികച്ച കമ്മ്യൂണിസ്റ്റാ, പി ശശി മികച്ച കമ്മ്യൂണിസ്റ്റാ. ഇതിൽ ഏത് കമ്മ്യൂണിസ്റ്റിനാണ് സംസ്ഥാന കമ്മിറ്റിയിൽ വരാൻ പറ്റിയത് എന്നുള്ളതാണല്ലോ. അതിനകത്തൊരു ഒരു ശൃംഖല തന്ത്രമുണ്ട്. അതായത് പി ജയരാജന്റെ സംസ്ഥാന കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടല്ല, അല്ല, സെക്രട്ടേറിയറ്റിലേക്ക് സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. ഇവർ 3 പേര് സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു. ജില്ലാ സെക്രട്ടറിമാരായിരുന്നിട്ട് സെക്രട്ടേറിയറ്റിലേക്ക് പരിഗണിക്കാത്ത ഏക പേര് പക്ഷേ പി ജയരാജൻ. അല്ല, അതിന് കാരണം അറിയാൻ പറഞ്ഞ ഒരേ ജില്ലയിൽ നിന്ന് നിങ്ങൾ 3 പേരുടെ പേരാണ് പരിഗണിക്കുന്നത്. ഒരേ ജില്ലയിൽ ഒരു അവസരം വരുമ്പോൾ 3 പേരുടെ പേര് പരിഗണിക്കുന്നു. എറണാകുളത്ത് നിന്ന് CN മോഹനെ പരിഗണിക്കണം. ആകെയുള്ള 3 വേക്കൻസിയിൽ ഒരു വേക്കൻസി പോയല്ലോ സെക്രട്ടേറിയറ്റിലേക്ക്. ഇനി പരിഗണിക്കേണ്ട 2 പേരുകളിൽ ഒരാൾ എം വി ജയരാജൻ, പാർട്ടി സെക്രട്ടേറിയറ്റ് ഇപ്പോൾ ഇരിക്കുക ജില്ലാ സെക്രട്ടറിയിൽ. മാത്രമല്ല എം വി ജയരാജൻ ഇക്കഴിഞ്ഞ സമയങ്ങളിലെല്ലാം തന്നെ പി ജയരാജനേക്കാൾ സംഘടനാ നേതൃത്വവുമായി ഒരു വിവാദവും എം വി ജയരാജൻ്റെ പേരിൽ നമ്മൾ കേട്ടിട്ടില്ലല്ലോ. ശുംഭൻ എന്ന പദപ്രയോഗത്തിൽ ജയിലിൽ കിടന്നത് എം വി ജയരാജനല്ലേ? ഇക്കുറിയും പാർട്ടിക്ക് വേണ്ടി എല്ലാ സമയത്തും പോരാളിയായിട്ട് ഇറങ്ങുന്നത് എം വി ജയരാജനല്ലേ? പി ജയരാജനുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന വിവാദത്തിൻ്റെ 10-1 പോലും ആരുമായിട്ടില്ല. മനു തോമസുമായിട്ട് ബന്ധപ്പെട്ട വിവാദം പി ജയരാജന് ഒരു ഭീഷണിയായിരുന്നില്ലേ? സെക്രട്ടറി സ്ഥാനത്ത് മാറ്റിയതാണ്. സെക്രട്ടറി സ്ഥാനത്ത് മാറ്റിയതല്ലേ? മാറ്റിയത് ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് മാറ്റാനുള്ള കാരണം പക്ഷേ അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഘട്ടത്തിലാണ്. പക്ഷേ അത് VN വാസവന്റെ കാര്യത്തിൽ അങ്ങനെ ആയിരുന്നില്ല. VN വാസവന്റെ കാര്യത്തിലും സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റി. പക്ഷേ തിരിച്ച് തെരഞ്ഞെടുപ്പ് വാസവന്റെ കാര്യത്തിലും ചെയ്തു. ഇവിടെ അതിന് കാരണം ഇതാണ്. മനു തോമസിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ കണ്ടതല്ലേ, എങ്ങനെയാണ് അവിടെ വിവാദങ്ങൾ ഉണ്ടാകുന്നത്. PJ ആർമി എന്ന പേരിൽ ഒരു ഫാൻസ് അവിടെ രൂപപ്പെടുന്ന കണ്ടില്ലേ? അതാണ് ഒരു മികച്ച കമ്മ്യൂണിസ്റ്റ് ജീവിത മാതൃക. പി ജയരാജന്റെ കാര്യത്തിൽ അദ്ദേഹം ഒരു മികച്ച കമ്മ്യൂണിസ്റ്റ് നേതാവാണെന്നും ഒരുപാട് ആരാധകരുള്ള കമ്മ്യൂണിസ്റ്റ് നേതാവാണെന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. പക്ഷേ എം വി ജയരാജനും പി ജയരാജനും തമ്മിൽ നമ്മൾ തട്ടിച്ചു നോക്കുമ്പോൾ നഷ്ടപ്പെട്ടതിൻ്റെയും ത്യാഗത്തിൻ്റെയും കണക്കുകൾ പി ജയരാജന് പറയാനുണ്ടെങ്കിലും ഒരു കേഡർ എന്ന നിലയിൽ സ്വാഭാവികമായും സംസ്ഥാന കമ്മിറ്റി കണക്കാക്കി സെക്രട്ടറി എന്ന നിലയിൽ സെക്രട്ടേറിയറ്റിലേക്ക് വരേണ്ടത് എം വി ജയരാജനാണ്. നിലവിൽ അദ്ദേഹം ജില്ലാ സെക്രട്ടറിയാണ്. രണ്ടാമത്തെ അവസരം ഇനി പി ജയരാജന് കൊടുത്താൽ 2 പേരെ കമ്മിറ്റിയിൽ നിന്ന് വരും. CN മോഹനൻ പുറത്താവുന്ന സാഹചര്യം ഉണ്ടാവും. അത് കഴിയില്ല. എറണാകുളം ജില്ലയിൽ നിന്നുള്ള പ്രാതിനിധ്യം വേണം. സ്വാഭാവികമായി അതാണ് സംഭവിച്ചിട്ടുള്ളതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മകൻ്റെ പ്രതികരണമാണ് വന്നിരിക്കുന്നത്. പക്ഷേ പി ജയരാജനും ഇക്കാര്യത്തിൽ
അതൃപ്തിയുണ്ടാവും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷമം എന്ന് പറയുന്നത് പി ജയരാജന് അദ്ദേഹത്തിൻ്റെ പ്രായം ഒരു വലിയ തടസ്സമാകാൻ പോകുന്നു എന്നുള്ളതാണ്. 2027 നവംബർ മാസമാകുമ്പോഴേക്കും പി ജയരാജന് 75 വയസ്സാവും. 28-ലാണ് ഇനി സംസ്ഥാന സമ്മേളനം നടക്കാൻ പോകുക. അപ്പോൾ വരാൻ പോകുന്ന 27 നവംബറിൽ വയസ്സ് 75 ആയിക്കഴിഞ്ഞാൽ അദ്ദേഹം ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് കൂടി ഒഴിവാകുന്ന സാഹചര്യം ഉണ്ടാവും എന്നുള്ളതാണ്. ആ ചോയ്സിലാണ് സ്വാഭാവികമായും ഇവർ മൂന്നുപേരും എത്തുന്നത്. സെക്രട്ടേറിയറ്റിലെ മുഴുവൻ പേരുകളൊന്നെടുത്ത് വായിച്ചു നോക്കും. നിങ്ങൾ ഒഴിവാക്കി ഒരാളെ കയറ്റാൻ പറ്റും? അല്ലല്ല, ഞാൻ ഒഴിവാക്കല്ല, ഞാൻ ചോദിച്ചാൽ ഓരോരുത്തരും സംഘടനാ തലത്തിൽ പ്രവർത്തിച്ചതിന്റെ കണക്കുകളും അവർ നയിച്ച സമരങ്ങളും ഒക്കെ നോക്കുമ്പോൾ 3 വേക്കൻസിയെ ഇപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിലുള്ളൂ. ആ 3 വേക്കൻസിയിൽ നിങ്ങൾ ഓപ്ഷൻസ് പലതാണ്. 7 പേരുടെ സാധ്യതകൾ മുൻപിലുണ്ട്. 3 പേരെ തെരഞ്ഞെടുക്കുന്നു. ഒന്ന് CN മോഹനൻ, MB ജയരാജൻ, KK ശൈലജ. MB രാജേഷ് എന്താ ഇല്ലാത്ത? അതാണ് ഇതിൻ്റെ അടുത്ത പ്രശ്നം. MB രാജേഷിൻ്റെ കാര്യത്തിൽ ഇത് തന്നെയാണ് ബുദ്ധിമുട്ടായി തീർന്നിട്ടുണ്ടാവുക. സീനിയോറിറ്റി വിഷയമായിരിക്കാം ഉണ്ടാവുക. ഞാനിപ്പോഴും കരുതുന്നത് MB രാജേഷിന് ഒരു ഡ്യൂ ക്ലെയിം ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ്. കാര്യം AK ബാലൻ ആരാണ് സീനിയോറിറ്റി പ്രശ്നമായി എന്ന് വെച്ചാൽ മനസ്സിലായി. അല്ല, സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറിയിലല്ല, സംസ്ഥാന കമ്മിറ്റിയിലെ കാര്യമാണ് നമ്മൾ പറയുന്നത്. നമ്മൾ സെക്രട്ടറിയിലെ കാര്യമല്ല. അല്ല, ഞാൻ MB രാജേഷിനായാലും സെക്രട്ടറിയിലേക്കും സുകന്യയുടെ കാര്യം കമ്മിറ്റിയിലെ കാര്യമാണ് നമ്മൾ പറയുന്നത്. MB രാജേഷിൻ്റെ കാര്യത്തിൽ ഒരുപക്ഷെ സീനിയോറിറ്റി പരിഗണിച്ചേക്കാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സീനിയോറിറ്റി ഇല്ലാത്തത് കൊണ്ടാവാം, എനിക്കറിയില്ല എന്താണെന്ന്. പക്ഷേ അവിടെ കൃത്യമായി കിട്ടേണ്ടത് അതിൽ ഒരുപാട് ജൂനിയേഴ്സ് ഉണ്ടല്ലോ. അല്ലല്ല, ആ ജൂനിയേഴ്സിനെ അല്ല, നിലവിലുള്ള വേക്കൻസിയിൽ പരിഗണിക്കപ്പെടുന്ന നേതാക്കളിൽ നിങ്ങൾക്ക് സീനിയർ അല്ലാത്തത് കൊണ്ട് എന്നതാവാം ഒരുപക്ഷെ M സ്വരാജും മുഹമ്മദ് റിയാസും ഒക്കെ വളരെ ജൂനിയർ. അവർ നേരത്തെ വന്നതാണ്. അവർ മറ്റു പല ഘടകങ്ങളും അതിലുണ്ടായിരുന്നു. അവർ DYFI ആയിരുന്നു, പാർലമെന്ററി പാർട്ടിയിൽ ഇല്ലായിരുന്നു. അങ്ങനെ ചില കാര്യങ്ങൾ ഉണ്ടാവാം. സ്വരാജിന് ആ ഘട്ടത്തിൽ വരാനുള്ള MB രാജേഷ് സ്പീക്കർ ആയിരുന്ന ഘട്ടത്തിൽ വന്നപ്പോൾ 3 പേരിൽ സീനിയോറിറ്റി കുറവായതുകൊണ്ടാവാം പരിഗണിക്കാതിരുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഡ്യൂ ക്ലെയിം MB രാജേഷിന് ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം AK ബാലൻ ഒഴിയുന്നു. AK ബാലൻ ഒഴിയുമ്പോൾ പാലക്കാട് നിന്നും ഒരു പ്രതിനിധി അവിടേക്ക് വരേണ്ടതുണ്ട് എന്നത് സ്വാഭാവികമായും നമ്മൾ ചിന്തിച്ചിരുന്നതാണ്. അദ്ദേഹം പാർലമെന്ററി രംഗത്തും സംഘടനാ രംഗത്തും മികച്ച പെർഫോമൻസ് ആയിരുന്നു MB രാജേഷിൻ്റെ എന്ന കാര്യത്തിൽ തർക്കമില്ല. മുറിമുറിപ്പുകളുണ്ട്, പക്ഷെ മുറിമുറിപ്പുകൾ വലിയ കാര്യമായി കത്തിപ്പടരാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആൻഡ്രോഗസ്. Meet the editors.